ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് കൊല്ലം കല്ലന്താഴത്താണുള്ളത്. കല്ലന്താഴത്ത് നമ്മളുടെ ജാവീസ് സിനിമ റെസ്റ്റോറൻറ്റ് കല്ലന്താഴത്ത് നിന്ന് കൊല്ലത്തോട്ട് കടപ്പാക്കടയ്ക്ക് വരുന്ന ആ റൂട്ടിൽ ലെഫ്റ്റ് സൈഡിലാണ്. ജസ്റ്റ് ബൈപ്പാസ് ചെയ്യുന്ന ഒരു 150-200 മീറ്ററേ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ആംബിയൻസിനെ പറ്റി ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ട്. ഫുഡിനെ പറ്റി എനിക്ക് അറിയില്ല. നമുക്കൊന്ന് എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. അപ്പം നമ്മൾ അകത്തേക്ക് പോവാണ്. വരും. റോഡിൽ നല്ല തിരക്കാന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. അകത്തോട്ട് വന്ന് കയറുന്നിടത്ത് തന്നെ നമ്മളുടെ എല്ലാം നടന്മാരുടെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു പ്രതിമ. നമ്മളുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന പലരുടെയും മുഖങ്ങള്. നമ്മുടെ മണിച്ചേട്ടനെ ആണ് എനിക്കതിൽ ഏറ്റവും എൻ്റെ ഓർമ്മകളിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു വിഷമവും സന്തോഷവും എല്ലാം കൂടെ വരുന്ന ഒരു രീതിയിലുള്ള ആളാണ് മണിച്ചേട്ടൻ. ഇവിടെ നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഫിലിം അങ്ങനെ പല ആൾക്കാരുടെയും പോർട്രേറ്റ്സ് വെച്ചിട്ടുണ്ട്. അകത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. ആംബിയൻസിന്റെ കാര്യത്തിൽ ഒരു മോശവും വരുത്തിയിട്ടില്ല. എനിക്കൊന്ന് ഞാൻ ഒരു തവണ ഒരു 3 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇത്രയൊന്നും സെറ്റപ്പായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഇത് കണ്ടോ, ഓരോ അറേഞ്ച്മെന്റ്സും പുറത്ത് ഡൈൻ ചെയ്യുന്നതിന്റെ അറേഞ്ച്മെന്റ്സും എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ഈവൻ ഈ എന്താ പറയുക, ഈ ബൾബ് ചെയ്തേക്കുന്ന ഒരു മനോഹരമായിട്ട്. അത് താഴോട്ട് ഇറങ്ങുന്ന ഡെക്കറേഷൻ അല്ല, ആ ചോയ്സ് ഓഫ് ആ ഒരു ഫ്രെയിമും ആ ബൾബും എല്ലാം കൂടെ നല്ല രസമുണ്ട്. വളരെ ശാന്തമായ അന്തരീക്ഷം, അല്ലെങ്കിൽ ഒരുപാട് ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഫുഡ് വന്നിട്ട് ഫുഡിന്റെ വിശേഷങ്ങൾ കാണാം. നല്ല പ്രതീക്ഷയുണ്ട്. നമ്മൾ കുറച്ച് ഫിഷും പിന്നെ ഒരു ഫിഷ്, ബീഫ്, ചിക്കൻ 3 ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു ഫ്രഷ് മീറ്റ് ലൈനിൽ നിന്ന് തുടങ്ങി നമുക്ക് നമ്മളുടെ സ്റ്റാർട്ടേഴ്സ് ലോലിപോപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടേഴ്സ് എത്തിയിട്ടുണ്ട്. ചിക്കൻ ലോലിപോപ്പ് ആണ് പറഞ്ഞത്. ജാവി സ്പെഷ്യൽ ആണ്. നാട്ടിലിരിക്കുന്ന മാത്രമേ തന്നെ ഇട്ടിരിക്കട്ടെ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടോടെ ലൈവായിട്ട് ചെയ്ത ചിക്കൻ ആണ്. ചിക്കൻ നല്ല സോഫ്റ്റ് ആണ്. മസാല നല്ല അകത്തോട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സോസിന്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആ ഒരു ഡെക്കറേഷൻസ് എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞ് അധികം വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമ്മളുടെ മെയിൻ കോഴ്സ് ഐറ്റംസ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് തുറന്ന് അവർ തന്നെ അത് സെർവ് ചെയ്യാനെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞു. അവരെന്തായാലും പൊതി അഴിച്ചു തന്നു. അങ്ങനെ നമ്മുടെ ചെമ്പല്ലി പൊള്ളിച്ചത്, ബീഫ് പെപ്പർ ഫ്രൈ ഇതൊക്കെ വന്നിട്ടുണ്ട്. കൂടെ നമ്മൾ ഇത്തവണ ഇടിയപ്പമാണ് പറഞ്ഞത്. ഒരു ഇടിയപ്പം എടുക്കാം. പൊള്ളിച്ച ചെമ്പല്ലിയെ കട്ട് ചെയ്തൊന്നും എടുക്കാൻ വയ്യ. ഇത് കയ്യിലെ കാണിച്ചു തരാം. നല്ല ഇല്ല, കുഴപ്പമില്ല. കട്ട് ചെയ്യണമെന്നില്ല, നമ്മൾ കട്ട് ചെയ്യണ്ട. അതിന്റെ സെന്റർ ഭാഗത്തുനിന്ന് ആദ്യം ഫിഷ് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ലേശം ഇടിയപ്പം. നോക്ക്, ചെമ്പല്ലിയുടെ ഫ്രഷ്നെസ്, നല്ല ചൂടുണ്ട്. നല്ല മസാല പൊടിച്ചതിന്റെ വിധം കൊള്ളാം. ഇത് നമ്മുടെ ബീഫ് പെപ്പർ ഫ്രൈ ആണ്. കാഴ്ചയിൽ തന്നെ അടിപൊളിയായിട്ടുണ്ട്.
അതും നമുക്ക് ഈ ഇടിയപ്പത്തിന്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. കഴിച്ചിരുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. സൂപ്പർ. ഒരു ബ്രെഡ് ഐറ്റം കൂടെ വരാറുണ്ട്. ഫിഷ് ഞാൻ എന്റെ തേയിലിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ. അങ്ങനെ നമ്മുടെ കോയിൻ പൊറോട്ട എത്തി. ബീഫ് നേരത്തെ ഇടിയപ്പത്തിന്റെ ബീഫ് ബാക്കിയിരിപ്പുണ്ട്. ഓ ഇതൊക്കെ ലൈറ്റ് ആണല്ലോ. പൊറോട്ടയും ബീഫും ഇതാണ് എല്ലാ മലയാളികളുടെയും ഫേവറേറ്റ് ഐറ്റം. എന്റെ ശരിയാണ്, പൊറോട്ടയും ബീഫും ആണ് കോംബോ. പക്ഷെ പൊറോട്ടയും നമ്മുടെ ചെമ്പന്റെ കൂടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എനിക്കൊന്നും ഇത്തവണ എന്റെ അഭിപ്രായമാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇടിയപ്പവും ബീഫും, പൊറോട്ടയും ബീഫും, ഇടിയപ്പവും ബീഫും ആയിരുന്നു ബെറ്റർ. പൊറോട്ടയും ഫിഷും കൂടെ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. സൂപ്പർ. അങ്ങനെ ഇത് ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ എല്ലാ ഡിഷുമായി. അപ്പൊ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ബാക്കി വിശേഷം നമുക്ക് പുറത്തിറങ്ങിയിട്ട് കേൾക്കാം. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി. മനോഹരമായിട്ടുള്ള ഫുഡായിരുന്നു. പ്രത്യേകിച്ച് ആ സ്റ്റാർട്ടർ. ഞാൻ എല്ലാത്തിന്റെയും ഫുഡിന്റെ ഡീറ്റെയിൽസ് അപ്പൊ തന്നെ പറഞ്ഞല്ലോ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ. ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് പറയാനുള്ളത്, കോയിൻ പൊറോട്ട ഇല്ലേ, അതിന് 8 രൂപയുള്ളൂ. ഇടിയപ്പത്തിന് 10 രൂപ. റീസണബിൾ ആണ്. ഈ ഒരു ആംബിയൻസിന് വളരെ റീസണബിൾ ആണ്. നിങ്ങൾ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം ഞാൻ വായിക്കാറുണ്ട്, എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്ക് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ, ലവ് യു, ടേക്ക് കെയർ.